അച്ഛന് കടം വരുമ്പോൾ അമ്മ എവിടെ നിന്ന് വാങ്ങിയോ അറിയത്തില്ല, അത് അച്ഛൻ്റെ കടം. അപ്പോൾ അത് ഭർത്താവിൻ്റെ കടം, അത് എനിക്കുള്ളതല്ല. ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്നത് കുട്ടികളാണ്. നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ സ്ട്രഗിൾ ചെയ്ത് സമ്പാദിച്ചു വെക്കുന്നത്? നിങ്ങളെക്കാളും 10 ഇരട്ടി കഴിവുള്ള ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയോ? അവർക്കറിയാം അവർക്ക് വേണ്ടത് സ്വന്തമായിട്ട് ഉണ്ടാക്കാനുള്ളത്, അവർ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊള്ളുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു പ്രതിഭാസം ഞാൻ ഒരുപാട് കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കുഞ്ഞ് ജയിലിൽ ഉണ്ട്, അവനിങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വീട്ടിൽ ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ട് അവൻ ഒരുപാട് പേരോട് സഹായം ചോദിക്കുകയും അവസാനം കിട്ടാതെ വരികയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടു വളരുന്ന കുട്ടികളിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാവുന്നത്? അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അതായത് വീട്ടിലെന്നും കടക്കാർ വന്ന് ബഹളമാണ്, റെൻറ്റ് കൊടുത്തിട്ടില്ല, പിന്നെ പോലീസ് സ്റ്റേഷൻ കേസ്, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോൾ കുട്ടികൾ ഇൻസെക്യൂർ ആവുന്നുണ്ടോ? അവരുടെ മാനസിക നിലയെ അത് ബാധിക്കുന്നുണ്ടോ? അവർക്ക് ഡിപ്രഷൻ വരുന്നുണ്ടോ? അവർക്ക് അസുഖങ്ങൾ വരുന്നുണ്ടോ? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ നമ്മളിൽ 10 ഇരട്ടി ബുദ്ധിയുള്ള ഇവർക്ക് വേണ്ടി എന്തിനാണ് നമ്മൾ സമ്പാദിക്കുന്നത്? ഹിന്ദു മിത്തോളജിയിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമ്പാദിച്ചു വെക്കണം, സമ്പാദിക്കേണ്ട എല്ലാം ഒറ്റയടിക്ക് ചിലവാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ കുട്ടികൾ സ്വന്തമായി അവരവരുടെ കാര്യങ്ങൾക്കുള്ള പൈസ അവരവരുണ്ടാക്കി അവരവരുടെ കർമ്മങ്ങളും അവരവർ ചെയ്യുന്നതാണ് മോശമെന്നാണ് പറയുന്നത് ഹിന്ദു എക്കണോമിക്സിൽ പ്രകാരം. ഇപ്പോൾ വീട് സേവ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുക, സ്വർണം സേവ് ചെയ്യാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുക, കുട്ടിക്ക് നാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് അവനെ കടക്കാരനെ കൊണ്ടുള്ള ചീത്തവിളികളും കേൾപ്പിച്ച് അമ്മ ഒരിടത്ത് കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അച്ഛൻ വേറൊരിടത്ത് കുട്ടിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ വളരുന്ന കുട്ടികൾ ഭാവിയിൽ എന്താ ഇത്രയും നമ്മൾ ഒരാളടുത്ത് 10 നമ്മളെ ഒരു ദിവസം വന്ന് ചീത്ത വിളിക്കുക, നമ്മൾ ഒരാളോട് പോയി സഹായം ചോദിക്കുക, കിട്ടാതാകുമ്പോൾ നമ്മൾ അപമാനിതരാവുക. ആ സാഹചര്യം കുട്ടികൾക്ക് സൃഷ്ടിക്കാതിരിക്കുക. അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക, മനസ്സമാധാനം കൊടുക്കുക, സ്നേഹം കൊടുക്കുക. ഞാനതൊക്കെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. എനിക്കും പറ്റിയിട്ടില്ല. പക്ഷെ അതിനകത്തെ ഭീകരതയാണ് ആലോചിക്കുന്നത്. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ, എനിക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ ഞാൻ എൻ്റെ കുട്ടിയെ അവനെ അകറ്റി നിർത്തി. അത് കാരണം അവൻ ഇൻസൾട്ടഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട്, മാനസിക ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. നോർമലി നമ്മൾ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ അത് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് 2 പാർട്ട്നേഴ്സ് 2 സൈഡിലായിപ്പോയാൽ സെക്യൂറായ ആടയിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് വഴിയുള്ളൂ, വേറെ വഴിയില്ല. ഇല്ലെങ്കിൽ കുട്ടികൾ നാളെ ഇതുപോലെ ഇപ്പോൾ ആ കുട്ടിയുടെ പേര് പറയാൻ പാടില്ല, ഇങ്ങനെ ഒരു കേസൊക്കെ വന്നു. നമ്മൾ ചിന്തിക്കുന്നത് ധനവാൻ നരകത്തിൽ പോകുന്ന നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ഹിന്ദു എക്കണോമിക്സ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ ചിലവാക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തവനാണ് നരകത്തിൽ ജീവിക്കുന്നത്. അത്യാവശ്യത്തിന് പൈസ ചിലവാക്കാൻ കയ്യിലില്ലാത്തവനാണ് നരകത്തിൽ പോകുന്നത്. ഭഗവാനെ, മനസ്സിലായോ? അപ്പോൾ എങ്ങനെയാണ് ധനം സമ്പാദിക്കണം, എത്ര ധനം സമ്പാദിക്കണം, കണക്കിലധികം സമ്പാദിക്കണോ, ഇതൊന്നും കൃത്യതയില്ല. പക്ഷെ അത് പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ധർമ്മവും ആഗ്രഹങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നമ്മൾക്ക് സമ്പാദിക്കണം. ഞാനൊരു നേഴ്സാണ്. ഞാൻ ഈ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ കാണുന്ന ബുദ്ധിമുട്ടുകൾ എന്നെ വേദനിപ്പിക്കുമ്പോഴും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യണത്. ഞാൻ ഒരു ഹിന്ദു എക്കണോമിക്സിൽ ബിരുദം എടുത്ത ആളൊന്നും അല്ല, അല്ലെങ്കിൽ ഹിന്ദു എക്കണോമിക്സിനെ കുറിച്ച് അറിയാവുന്ന ആളുമല്ല. നിങ്ങളിതെല്ലാം നിങ്ങളുടെ അടുത്തുള്ള ആരോടെങ്കിലും ഇതുപോലെ വിവരമുള്ള മനുഷ്യരോട് ചോദിച്ച് വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ. അതായത് എന്ത് പ്രവൃത്തി ചെയ്ത് മക്കൾക്ക് സമ്പാദിച്ചു വയ്ക്കേണ്ട കാര്യമുണ്ടോ, അതാണ് നമ്മുടെ വിഷയം. ഈ സമ്പാദിച്ചു വെക്കാൻ ഓടുന്ന ശ്രമത്തിനിടയിൽ ഈ കുട്ടികളെ മനോരോഗികളാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് കുട്ടികൾ. അപ്പം
3 തരത്തിലാണ് ഹിന്ദു എക്കണോമിക്സ് ധനം ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞു. ഒന്നാമത്തത് അംഗഹാരവൃത്തി എന്ന് പറയും, അതായത് കാട് കത്തിച്ച് അതിൽ നിന്ന് വിറകും കരിയും എടുത്ത് ഉപയോഗിക്കുന്ന രീതി. രണ്ടാമത്തത് മലാഗവൃത്തി, കാട്ടിൽ നിന്ന് പൂക്കളും ഫലങ്ങളും ശേഖരിക്കാം, പക്ഷേ വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും വെറുതെ വിടുന്നു. മൂന്നാമത്തതാണ് ഏറ്റവും മനോഹരം, അതായത് മധുകര വൃത്തി. അത് തേനീച്ച പൂക്കളിൽ നിന്ന് തേൻ ശേഖരിച്ച ശേഷം പൂക്കളെ നശിപ്പിക്കുന്നില്ല, നേരെ മറിച്ച് പൂക്കളെ പരാഗണത്തിന് സഹായിക്കുക കൂടി ചെയ്ത ശേഷമാണ് അങ്ങനെ തേൻ ശേഖരിക്കുന്നത്. പൂക്കളെ പരാഗണത്തിന് സഹായിക്കുക, നമ്മൾ പട്ടിയെ കല്ലെടുത്തറിയും നമ്മൾ. അപ്പോൾ പൂക്കളെ പരാഗണത്തിന് സഹായിക്കുക കൂടി ചെയ്ത ശേഷമാണ് തേൻ ശേഖരിക്കുന്നത്. താൻ അങ്ങനെ ശേഖരിച്ച തേൻ തൻ്റെ വിശപ്പടക്കാൻ ആവശ്യത്തിന് ഭക്ഷിച്ച ശേഷം അത് മറ്റുള്ളവർക്കായി കൂട്ടിൽ ശേഖരിച്ച് വെക്കാം. അപ്പോൾ അവർ ആവാസ വ്യവസ്ഥയെ ഒന്നും ചെയ്യുന്നില്ല, നശിപ്പിക്കുന്നില്ല. ഒരു ഉദാത്തമായ പ്രവൃത്തിയാണ്. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുൻപ് വേദങ്ങളിൽ ഋഷിമാർ നിർദ്ദേശിച്ച മധുകര വൃത്തി. ഇതാണ് ഹിന്ദു ഇക്കണോമിക്സിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. എനിക്കിതിനകത്ത് വലിയ ഇതില്ലാത്തതുകൊണ്ട് ഞാൻ ഈ കിട്ടിയ അറിവുകൾ എഴുതി വെച്ചും അവിടുന്ന് ഇവിടുന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കിട്ടുന്ന അറിവുകൾ ശരിയാവണമെന്നില്ല. നിങ്ങളിതെല്ലാം ഒരു നല്ല ഹിന്ദു പ്രൊഫസേഴ്സ് ഉണ്ട്, അവരോടൊക്കെ ചോദിച്ചൊന്ന് മനസ്സിലാക്കിയിടും. ഇനി അടുത്ത തലമുറയ്ക്ക് കൈമാറാനും കൈകാര്യം ചെയ്യാനാണോ നമ്മൾ ധനം സമ്പാദിക്കേണ്ടത്? സ്വന്തമായി ഉണ്ടാക്കിയ ധനം കൊണ്ട് കാമം പൂർത്തീകരിച്ചാൽ മാത്രമേ ആത്മസംതൃപ്തി ലഭിക്കുകയുള്ളൂ. മക്കൾക്ക് ഈ സംതൃപ്തി ലഭിക്കാനുള്ള അവസരം നിഷേധിക്കരുത്. കാമം ഇവിടെ ഉദ്ദേശിക്കുന്നത് ആഗ്രഹം. അപ്പം മക്കൾക്ക് അവർ സമ്പാദിച്ച് അവരെ ആഗ്രഹങ്ങൾ അവർ തന്നെ ഉണ്ടാക്കാനുള്ള അവസരം അവർക്ക് കൊടുക്കണം. നിങ്ങൾ 2 വീടും കാറും മേടിച്ച് കൊടുത്തു കഴിയുമ്പോൾ അടുത്ത പിന്നെ ഇല്ലാത്തത് ചരസും പിന്നെ അവർ നോക്കുമ്പോൾ അവർക്കില്ലാത്തത് എന്തുവാ അതിന് പറയുന്നത്, നമ്മുടെ മയക്കുമരുന്നുകൾ. അപ്പോൾ അവർ അതിലേക്ക് പോവാം. അവർ അധ്വാനിച്ചുണ്ടാക്കട്ടെ, അപ്പോൾ അവർക്കതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവരത് ചെയ്യും. അല്ലാതെ അവർക്ക് വേണ്ടി നമ്മൾ ഓടിക്കിടന്ന് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർ അധ്വാനിച്ച് അവരുടെ ആഗ്രഹങ്ങൾ, അവർ ലോൺ എടുത്ത് അവർ കാറ് മേടിക്കട്ടെ, അവർക്ക് സമ്പാദിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നടത്തട്ടെ. അങ്ങനെയല്ലേ നമ്മളെന്തിനാ സമ്പാദിച്ചു വെക്കുന്നത് അവർക്ക് വേണ്ടി? ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ അമ്മ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സ്വത്ത് സൂക്ഷിച്ച് ഞങ്ങൾക്ക് തരാൻ. എന്നിട്ടോ ഇപ്പോൾ വേറെ പലരുടെയും അമ്മമാരുണ്ടാക്കിയ കടം വീട്ടാൻ അത് ഉപയോഗിക്കപ്പെടുന്നു. അമ്മ കഷ്ടപ്പെട്ടിട്ട് അമ്മ ഒരു നല്ല സാരി വാങ്ങിച്ചു വെച്ച് നല്ല ഫുഡും കഴിച്ച് പാവം നടന്നെങ്കിൽ അതിന് നമ്മളെന്തിനാ മക്കൾക്ക് ഇനി ഇതിനകത്ത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യം ഞാനിവിടെ ഓർക്കുന്നു. ഈ പൈതൃക സ്വത്ത് കിടക്കുന്നതുകൊണ്ട് നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കുന്നില്ല, ഇതും പ്രതീക്ഷിച്ചിരിക്കും. ഇപ്പോൾ എൻ്റെ കല്യാണം കഴിയുമ്പം ഇതെല്ലാം ഓരോരുത്തരുടെ കൈകളിലേക്ക് പോവുകയും ചെയ്യും, നമുക്കൊന്നും ഇല്ലാതാവുകയും ചെയ്യും. മക്കൾ അവരുണ്ടാക്കട്ടെ, അധ്വാനിച്ച് അവരുണ്ടാക്കട്ടെ. നിങ്ങളിപ്പോൾ അവർക്ക് നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും മനസ്സമാധാനവും കൊടുക്കുക. എന്നും കടക്കാരാൽ അപമാനിക്കപ്പെടുന്ന കുട്ടികളുടെ അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വരും, അക്രമാസക്തരാവും, ഫ്യൂച്ചർ ഇല്ലാതാവും. ഇനി നമ്മളിങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ട് മിച്ചം വരുന്ന ധനത്തിൻ്റെ ശരിയായ വിനിയോഗം ആപത്ത് കാലത്ത് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ആണെന്നാണ് ഹിന്ദു സങ്കല്പം. കൂട്ടി വയ്ക്കും. നല്ല ഡ്രസ്സ് പോലും വാങ്ങത്തില്ല, പിള്ളേർക്ക് നല്ലൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കത്തില്ല. ഇനി സിബ്ലിംഗ് റൈവലറി ഉണ്ടാക്കുന്നത് ഇതുപോലെ പാരൻസ് ആണ്. ഒരു മോൾക്ക് കുറച്ച് കൂടുതൽ, ഒരു മോൾക്ക് കുറച്ച് കൂടുതൽ ആനപ്പക സൂക്ഷിക്കുന്ന അമ്മമാരും അച്ഛന്മാരും ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് ആനപ്പക. ഇവർ ഈ സ്വത്തിൻ്റെ പേര് പറഞ്ഞ് ഇവർക്ക് തമ്മി കൊടുക്കാതെ, അല്ലെങ്കിൽ ഒരാൾക്ക് കുറച്ച് കൂടുതൽ കൊടുത്തിട്ട് ചോദിക്കുന്നവരെ അങ്ങ് ഒറ്റപ്പെടുത്തുക. അപ്പോൾ ഈ ഒറ്റപ്പെടുത്തുന്ന മക്കൾക്ക് എന്താ സംഭവിക്കുക? മാനസിക ബുദ്ധിമുട്ട് വന്നിട്ട് അസുഖങ്ങൾ ഉണ്ടാവുക അവർക്ക്. അത് പാരൻസ്, നമ്മൾ അമ്മയും അപ്പനും മനസ്സിലാക്കണ്ടേ? സിബ്ലിംഗ് റൈവലറി, ഇളയതും മൂത്തതും തമ്മിലുള്ള യുദ്ധം ഉണ്ടാക്കുന്നത് മൊത്തം ഈ പാരൻസാണ്. ഒരാളോട് കുറച്ച് കൂടുതൽ സ്നേഹം, ഒരാളോട് കുറച്ച് കുറവ് സ്നേഹം, ഒരാൾക്ക് കുറച്ച് സ്വത്ത് കൂടുതൽ കൊടുക്കുന്നു, ഒരാളെ കംപ്ലീറ്റ് ഒറ്റപ്പെടുത്തുന്നു. ഒരമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടത് മക്കൾക്ക് വേദനിക്കുമ്പോഴാണ്. ഒരമ്മ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് മക്കൾ തമ്മിൽ അടികൂടുമ്പോഴാണ്. ഒരമ്മ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് പ്രസവിക്കുമ്പോഴല്ല. അത്രയും എല്ലുകൾ നുറുങ്ങി പൊട്ടി പുറത്തു വരുമ്പോൾ അത് കാണുമ്പോൾ സന്തോഷമാണ് നമുക്ക് വരുന്നത്. ഒരമ്മ ഏറ്റവും കൂടുതൽ വേദനിക്കേണ്ടത് മക്കൾ ഒറ്റപ്പെടുമ്പോഴും മക്കൾ തമ്മിൽ അടികൂടുമ്പോഴുമാണ്. അത് ക്രിയേറ്റ് ചെയ്യുന്നത് പാരൻസ് തന്നെയാണ്. എന്തിനാന്തോ? അപ്പോൾ മക്കൾ അവർക്ക്
അവർക്ക് വേണ്ടി ഉണ്ടാക്കിക്കോളും. അങ്ങനെ അവരെ ഉണ്ടാക്കാൻ വിട്ടാൽ മാത്രമേ അവർ അധ്വാനിച്ച് അവരെ ആഗ്രഹങ്ങൾ കഴിച്ചോട്ടെ. 10 ഇരട്ടി വിദ്യാഭ്യാസവും നമ്മളെക്കാൾ സൗകര്യങ്ങളുള്ള പിള്ളേരാണ്. അവർ പോയി ഉണ്ടാക്കി കൊണ്ടുവരും. അവർക്ക് നല്ലൊരു സിറ്റുവേഷൻ വളർന്നു വരാൻ. ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറയണത്. എൻ്റെ കൂടെ നിർത്തിയാൽ എനിക്ക് ചെറിയ ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ ഗോഡ്സ് റേസ് എനിക്ക് തന്നവരും എന്നെ സഹായിച്ചവരും ആരും എന്നെ ഉപദ്രവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ കുട്ടി അത് കണ്ടു വളരുകയല്ലേ, അപമാനിതനാവുകയല്ലേ അവിടെ. അപ്പം ഞാൻ സേഫ് സോണിലോട്ട് മാറ്റി തനിച്ച് നിന്ന് സ്ട്രഗിൾ ചെയ്തത് നീട്ടിയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഓരോ മനുഷ്യർക്കും. അപ്പോൾ നമുക്ക് നമ്മളെ മക്കൾക്ക് നമ്മൾ ഉപയോഗിച്ചിട്ട് വരുന്ന ധനം നമ്മൾ ദേവാലയങ്ങളിൽ സൂക്ഷിക്കണം എന്നാണ് പറയണത്. ഇത് ആണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഹിന്ദുവിൻ്റെ ധർമ്മത്തിൻ്റെയും ധനത്തിൻ്റെയും പ്രതീകമാണ് വിഷ്ണുവും ലക്ഷ്മിയും. ധർമ്മത്തിൻ്റെയും ധനത്തിൻ്റെയും. പക്ഷേ ധർമ്മത്തിൻ്റെ പ്രതീകമായ വിഷ്ണുവിൻ്റെ കാൽക്കലാണ് ലക്ഷ്മി. ധനത്തിൻ്റെ പ്രതീകമായ ധർമ്മത്തിൻ്റെ പ്രതീകമായ വിഷ്ണുവിൻ്റെ കാൽക്കലാണ് ധനത്തിൻ്റെ പ്രതീകമായ ലക്ഷ്മിയുടെ സ്ഥാനം. ധനം ധർമ്മത്തിൻ്റെ തലയിലാകാൻ പാടില്ല എന്നർത്ഥം. എല്ലാത്തിലും ഇമ്പോർട്ടൻസ് വേണം. പൈസ ഇല്ലാത്തവനാണ് സന്മാർഗത്തിൽ ജീവിക്കണം. പക്ഷേ ആ കുട്ടികൾക്ക് വേണ്ടി തലമുറയെ അവർ സമ്പാദിച്ച് അവരധ്വാനിച്ച് അവരെ കാര്യങ്ങൾ നടത്താൻ അവരെ അനുവദിക്കൂ. അവർക്ക് വേണ്ടത് ഒരു അമ്മ എന്ന നിലയിൽ ഞാൻ ചിന്തിക്കുന്നത്, ഒരു കുട്ടി ദിനം പ്രതി ആൾക്കാർ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരു കുട്ടിയുടെ മാനസികാവസ്ഥ ആലോചിച്ച് കുട്ടികളെന്ന് സന്തോഷമായിട്ടിരുന്നാലല്ലേ നല്ലൊരു തലമുറ നമുക്കുള്ളാവുള്ളൂ. കുട്ടികളെ വിഷമിപ്പിക്കാതിരിക്കാൻ നമ്മളൊക്കെ മാക്സിമം ശ്രമിക്കേണ്ടതില്ലേ. പലയിടങ്ങളിലും കാണാറുണ്ട്, നിസ്സഹായരാണ് കുഞ്ഞുങ്ങളും വയസ്സായവരും. അവരെ നമുക്ക് ഉപദ്രവിക്കാതിരിക്കാം. അവർക്ക് വേണ്ടി അവരുണ്ടാക്കിക്കോളും. അവർക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്ത് അവരെ നശിപ്പിക്കേണ്ട. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞത് വെച്ച് തീരുമാനിക്കേണ്ട. ഹിന്ദു എക്കണോമിക്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കൂ. ഓക്കെ, ബൈ.